ഗുഡ് ഈവനിങ് എവ്രി വൺ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്നെ കേൾക്കുന്നുണ്ടോ? ഹാപ്പി ന്യൂ ഇയർ ഡിയേഴ്സ്. യെസ് മാം, കേൾക്കുന്നുണ്ട്. ഹാപ്പി Yes, ന്യൂ ഇയർ. New Year. Happy New Year. താങ്ക് യു. Thank ന്യൂ you. ഇയർ ആയിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ബിഗ് 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 ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് താങ്ക് യു. 2025 അമേസിങ് പീപ്പിൾ ആയിരുന്നു നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും വീണ്ടും ഒന്നാം തീയതി വീണ്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ ഇത് പോവില്ല, എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടും എന്ന ഉറപ്പോടുകൂടി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിരാശപ്പെട്ട് പോണ്ടി വരൂല. ബിക്കോസ് ദിസ് വിൽ ബി ദ ബെസ്റ്റ് സെലിബ്രേഷൻ ഓഫ് യുവർ ന്യൂ ഇയർ. ഐ എം ഷുവർ. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് നോക്കാം. ജീവിതത്തിൽ ഓക്കെ, സോ ടുഡേ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഐ ഹോപ്പ് എവ്രിബഡി ഇവിടെ ഉള്ളതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം ലൈല നസീം, കോ ഫൗണ്ടർ ഓഫ് റെട്ടോറിയ എജു ഹബ്. ഇന്ന് ഇവിടെ നമ്മളുടെ റെട്ടോറിയ എജു ഹബിലെ ദ അഡ്വാൻസ് സ്പീക്കർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എൻ്റെ സ്റ്റുഡൻസ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. 4 സ്പീക്കേഴ്സാണ് നമുക്ക് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ 4 ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ സൂപ്പറായിട്ടുള്ള, നിങ്ങൾ ആണോ, ആഹാ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ സ്പീക്കേഴ്സ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ യു വിൽ ബി ഹാവിങ് എൻ അമേസിങ് ടൈം, ഷുവർ അബൌട്ട് ഇറ്റ് ഇൻഷാല്ല. അപ്പോൾ നമുക്ക് തീരെ സമയം കളയാനില്ല. അപ്പോൾ നമുക്ക് ഒന്നേന്ന് പോയാലോ? റെഡിയാണോ എല്ലാവരും? ഇന്നത്തെ സെഷന് റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമേജ് ഇടുവോ? നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് നഴ്സിംഗ് കോളേജിലെ ലെക്ചറാണ്. ഓക്കെ, ആള് ലെക്ചറായിട്ട് ഷി വോണ്ടഡ് ടു ഇൻഫോം, ആ ഉള്ളിലുള്ള എല്ലാ ഇൻഫർമേഷനും പുറത്തറിയിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ പേർ മനസ്സിലാക്കാത്തത് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് നമ്മളുടെ ഫസ്റ്റ് സ്പീക്കർ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര പവർഫുൾ ആണ്. കാരണം അത്രയും സൂപ്പർ ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ ഹസീന മാം വന്നിരിക്കുന്നത്. ടോപ്പിക് ഈസ് പഞ്ചസാര വില്ലനാണോ അതോ നായകനോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നതെന്ന് ഹസീന മാം ചോദിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഹസീന മാം, സൂപ്പർബ്ലി ഓവർ ടു യു. താങ്ക് യു മാം. ഹായ് എവരിബഡി. അപ്പോ പഞ്ചസാര വില്ലനാണോ അതോ നായകനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വില്ലനാണോ അതോ നായകനാണോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ഓഫ് കോഴ്സ് വില്ലൻ തന്നെയാണ് അല്ലെ? നമ്മൾ പലർക്കും അതറിയാം. പഞ്ചസാര നമ്മൾ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് അഥവാ പ്രഷർ വരാനുള്ള പ്രോബബിലിറ്റി മാക്സ് കൂടുതലാണ്. സോ പഞ്ചസാര വില്ലൻ തന്നെയാണ്. നമ്മൾ ഡയറ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും അല്ലെ? ഷുഗർ കട്ട് ഡയറ്റ് ഒക്കെ കഴിക്കും. പക്ഷെ ഈ പഞ്ചസാര എല്ലായ്പ്പോഴും വില്ലനാണോ? അല്ല. ചില സമയങ്ങളിൽ പഞ്ചസാര നമ്മളുടെ രക്ഷകനും ആവാറുണ്ട്. അതായത് ഹീറോയുമാണ്, നായകനുമാണ്. അതെപ്പോഴൊക്കെയാണ്? ഞാൻ ഹസീന ഖാദർ എലൈറ്റ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂരിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ പഞ്ചസാര എപ്പോഴാണ് രക്ഷകൻ അല്ലെങ്കിൽ നായകനാക്കുന്നത്? അങ്ങനത്തെ ഒരു കണ്ടീഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗർ കുറയുന്ന അവസ്ഥ. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത് വളരെയധികം അപകടകരമാവുന്നത്? അതിനു മുമ്പായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗർ കുറയുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിൽ പലരും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? നമ്മളെല്ലാവരും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ബ്ലഡ് ഷുഗർ കാലത്ത് ഭക്ഷണം കഴിക്കാതെ ചെക്ക് ചെയ്യുന്ന ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയും. അപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സാധാരണയായിട്ട് 70 മുകളിലാണ് അല്ലെ? 70-100 ഇടയിലാവണം എന്നാണ് പറയുന്നത്. നോർമൽ
70 to 99 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. അതായത് 100 ml ബ്ലഡിൽ 70 തൊട്ടിട്ട് 99 മില്ലിഗ്രാം വരെ ഷുഗർ വേണം. അതാണ് നോർമൽ. പക്ഷെ ചില അവസരങ്ങളിൽ ഇത് 70 മില്ലിഗ്രാമിലും താഴെയാവാറുണ്ട്. ആ അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗർ കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഈ അവസ്ഥ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. നമ്മുടെ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റി വഴി വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം പേരും ഈ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗർ കുറഞ്ഞ അവസ്ഥയിൽ ആണ് അഡ്മിറ്റ് ആവുന്നത്. ഇവരിൽ പലരും ICUയിൽ അഡ്മിറ്റ് ആവുകയും പല കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. പക്ഷെ ചെറിയൊരു കാര്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷനെല്ലാം നമുക്ക് ഓവർകം ചെയ്തേക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി തരുന്നത് രക്തത്തിലെ ഷുഗർ ആണ് തരുന്നത്. പക്ഷെ ചിലപ്പോൾ ഈ ഷുഗർ ഒരു 70-ലും താഴെ ആവുകയാണെങ്കിൽ കോശങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള എനർജി കിട്ടുന്നില്ല, ബിക്കോസ് ഷുഗർ ഇല്ല. അപ്പോ ശരീരത്തിലെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എല്ലാ കോശങ്ങൾക്കും രക്തത്തിൽ ഷുഗർ ഇല്ലെങ്കിലും ആ ഒരു ഫാറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനർജി നേടും. പക്ഷെ ശരീരത്തിലെ ഒരു ഭാഗത്തെ കോശങ്ങൾക്ക് മാത്രം, അവയ്ക്ക് ഷുഗർ മാത്രമേ എനർജിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് ആ ഭാഗം? ഏതായിരിക്കും? എനി ഐഡിയ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഏത് ഭാഗത്തെ കോശങ്ങൾക്കാണ് ഷുഗർ മാത്രമേ ഊർജത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അതാണ് തലച്ചോർ. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഊർജത്തിനായിട്ട് ഷുഗർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും അവരുടെ തലച്ചോറിന്റെ സെൽസ് ഡെത്തായി പോവുകയും രോഗി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അപസ്മാരമോ ഉണ്ടാവുകയും അല്ലെങ്കിൽ പിന്നെ മരണത്തിലേക്ക് തന്നെ ഇത് നയിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാര കുറയുന്ന അവസ്ഥ ഇത്രയ്ക്കധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം ചെയ്താൽ നമുക്കിത് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ രക്തത്തിലെ ഷുഗർ കുറഞ്ഞു എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? ഓക്കെ, നോളജ് ഈസ് പവർ അല്ലെ? അപ്പൊ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയുമ്പോൾ നമ്മളുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സാധാരണയായി രക്തത്തിലെ ഷുഗർ കുറയുന്നത് പ്രമേഹ രോഗികളിലാണ് അല്ലെ? പക്ഷെ ചിലപ്പോഴൊക്കെ നോർമൽ ആയിട്ടുള്ള പ്രമേഹ രോഗമൊന്നും ഇല്ലാത്ത ആളുകളിലും ഷുഗർ കുറയാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഡയബറ്റിസ് ഉള്ളവരിലാണ് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറയുന്നത്. അപ്പൊ ഷുഗർ കുറയുന്നതിനുള്ള ലക്ഷണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് കാരണങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ഗുളിക കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കാം. പലരും ചെയ്യാറുള്ള ഒരു കാര്യം, ഇൻസുലിനും അല്ലെങ്കിൽ ഗുളികയും കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് മറന്നു പോകും, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഗുളികയോ അല്ലെങ്കിൽ ഇൻസുലിനോ ഒക്കെ എടുക്കും. അത് കഴിച്ച് അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാലോ എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഭക്ഷണം കിട്ടുമ്പോൾ തന്നെ കുറെ നേരം വൈകിട്ടുണ്ടാവും. അപ്പോഴത്തിനും നമ്മുടെ ബ്ലഡിലെ ഷുഗർ താഴ്ന്നു പോയിട്ടുണ്ടാവാം.
അല്ലെങ്കിൽ പ്രമേഹമുള്ളവരിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വല്ല കോൾഡ്, ചുമ, അങ്ങനെ അതിനോട് റിലേറ്റ് ചെയ്ത ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായാലും രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് തന്നെ താഴാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഷുഗർ ഉള്ളവർ പ്രത്യേകിച്ചും വെള്ളം നന്നായി കുടിച്ചില്ലെങ്കിൽ, ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ആ അവസ്ഥയിലും ഷുഗർ വളരെയധികം കുറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, മദ്യപാനം. ചില ആളുകള് ഭക്ഷണമൊന്നും കഴിക്കാതെ മദ്യം കഴിക്കും. ഇപ്പൊ മദ്യപാനികളിൽ ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ ഷുഗർ കുറയുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ മരുന്നുകള്, ചിലവര് സ്വയം ഡോസ് കൂട്ടി കഴിക്കും. കല്യാണത്തിന് പോകണം, അപ്പൊ അവിടെ ചെന്നിട്ട് പിടിക്കണം, അപ്പൊ കുറച്ച് ഇൻസുലിൻ കുറച്ചുകൂടി ഡോസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ പ്രമേഹമൊന്നും ഇല്ലെങ്കിലും സാധാരണ പ്രമേഹ രോഗികൾ അല്ലാത്തവരിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരം വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയയിൽ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കി. ഇനി ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നാലാണ് നമുക്ക് ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കിത് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ലക്ഷണങ്ങൾ നോക്കാം. നമ്മളിൽ പലരും ഈ ലക്ഷണങ്ങൾ അനുഭവിച്ച് കാണും. പ്രമേഹം തന്നെ വേണമെന്നില്ല, നോർമൽ അവസ്ഥയിലും നമ്മളിപ്പോ ഞാനൊക്കെ പലപ്പോഴും ഒരു ഉച്ചയ്ക്ക് 11:30, 12 മണിക്കൊക്കെ ഈ ലക്ഷണങ്ങൾ അനുഭവിക്കാറുണ്ട്. ഞാൻ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ കേട്ടോ. പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അകാരണമായിട്ട് ഒരു ഉത്കണ്ഠ ഉണ്ടാവുക, ഒരു ആൻസൈറ്റി ഉണ്ടാവുക, പിന്നെ കാഴ്ച പെട്ടെന്ന് തന്നെ മങ്ങുക, ബ്ലേർഡ് വിഷൻ, നെഞ്ചിടിപ്പ് കൂടുന്നു, അമിതമായിട്ടുള്ള വിശപ്പ്, കൈകാലുകൾ ഇങ്ങനെ ഒരു ഷെയ്ക്കി ഫീലിംഗ്, തളർച്ച, പ്രത്യേകിച്ചും അമിതമായ വിയർപ്പ് കേട്ടോ, തലവേദന, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നു, കൈകാലുകളൊക്കെ വിറയ്ക്കുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു. ഇതൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പലപ്പോഴും നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ തന്നെ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ, രക്തത്തിലെ പഞ്ചസാര അളക്കുന്ന മെഷീൻ ഉണ്ട്. ഗ്ലൂക്കോമീറ്റർ അധികം വിലയൊന്നുമില്ല, ഒരു ചുരിദാറിന്റെ വില പോലും ഇല്ല. നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അത് ലഭ്യമാണ്. അത് എല്ലാവരും ഒരെണ്ണം വീട്ടിൽ കരുതേണ്ടത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. കരുതുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോ ആ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത് 70 മില്ലിഗ്രാമിനും താഴെയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പോഗ്ലൈസീമിയയിലാണ്. ഓക്കെ, അഥവാ ഗ്ലൂക്കോമീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് രക്തത്തിലെ പഞ്ചസാര കുറയുന്നതാണെന്ന് അനുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അപ്പോ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ അമിതമായ ഒരു 11:30 സമയമാണ്, അമിതമായ തളർച്ച, കാഴ്ച മങ്ങുന്നു, വിറയലുണ്ടാവുന്നു, അമിതമായി വിയർക്കുന്നു, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെട്ടു. അപ്പൊ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഇല്ല. അപ്പൊ നിങ്ങൾ അനുമാനിച്ചു ഇത് ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, അല്ലെ? ഓക്കെ, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? 70 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനും താഴെ ഷുഗർ പോയി കഴിഞ്ഞാൽ, ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യുന്നത്? 1 സ്പൂൺ പഞ്ചസാര, ചെറിയ ടീസ്പൂൺ അല്ല കേട്ടോ, അതിലും കുറച്ച് വലിപ്പമുള്ള സ്പൂൺ ഇല്ലേ, ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, അതായത് ഒരു 15 ഗ്രാം പഞ്ചസാര 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ഉണ്ടല്ലോ, ആ ഗ്ലൂക്കോസ് പൊടി ഇതുപോലെ 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക. അല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, അപ്പൊ അവിടെ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മിഠായി ഉണ്ടെങ്കിൽ മിഠായി കഴിക്കാം. ഓക്കെ, ഇത് കഴിച്ചിട്ട്, പക്ഷെ രോഗി അബോധാവസ്ഥയിലാണെങ്കിൽ ഈ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കരുത്. അപ്പൊ രോഗി ആള് വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടിയോ നാവിന്റെ അടിയിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
അല്ലെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങൾക്ക് കുറവ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ലക്ഷണങ്ങൾ കുറവ് വരുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ 70 മില്ലിഗ്രാമിലും താഴെയാണ് വീണ്ടും എന്നുണ്ടെങ്കിൽ വീണ്ടും 15 ഗ്രാം പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുക. ഓക്കെ, അതും കഴിഞ്ഞിട്ട് വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ലക്ഷണങ്ങൾ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് 70 മില്ലിഗ്രാമിന് താഴെയാണെങ്കിൽ വീണ്ടും 15 ഗ്രാം പഞ്ചസാര കലക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറഞ്ഞാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഇത് നമുക്കൊക്കെ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഒരു ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ ബട്ട് പവർഫുൾ. അപ്പൊ നമ്മൾ ഇവിടെ ഹൈപ്പോഗ്ലൈസീമിയ എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോ നിങ്ങളുടെ വീട്ടിലോ നെയ്ബർഹുഡിലോ മറ്റു വർക്ക് പ്ലേസിലോ ഇങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകാം. മറ്റുള്ളവരെയും ഈ കാര്യങ്ങളെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ ഇത്ര നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. റിട്ടോറിയ എജു ഹബിനും ലൈല നസീം മാമിനും വളരെയധികം നന്ദിയുണ്ട്. റിട്ടോറിയ എജു ഹബിലെ അഡ്വാൻസ് സ്പീക്കർ കോഴ്സിലേക്ക് വരുമ്പോൾ കുറേയധികം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ലക്ഷ്യങ്ങളും സഫലീകരിച്ചു. താങ്ക് യു വെരി മച്ച്, താങ്ക് ഗോഡ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇൻഷാല്ലാ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായോ പഞ്ചസാര വില്ലനാണോന്നോ? അല്ലേ, നമ്മളെല്ലാവരും ഇത്രയും നാൾ വിചാരിച്ച പഞ്ചസാര വെറും വില്ലനാണെന്നല്ലേ. ഞാനൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചേട്ടോ. നമ്മളെ മാം നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, ഓ ശരിയാണല്ലേ, ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? ഹൗ വാസ് ദ സെഷൻ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യോ? കുറച്ച് പേരെങ്കിലും ഒന്ന് ലൈവായിട്ട് ക്യാമറയിൽ വന്നാൽ അതൊരു എനർജി എക്സ്ചേഞ്ച് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി, അടിപൊളി, താങ്ക് യു. ഓക്കെ, എന്തായാലും നമുക്ക് ഡൗട്ട്സ് ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം കേട്ടോ. നമുക്ക് Q&A സെഷൻ ലാസ്റ്റിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ സെക്കൻഡ് സ്പീക്കറിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സ്പീക്കർ എന്ന് പറയുന്നത് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന കുഞ്ഞു മനസ്സുള്ള ക്യൂട്ടായിട്ടുള്ള നമ്മളുടെ സ്പീക്കർ നമ്പർ 2 ഫസീല നവാസ് മാം ആണ്. ആള് ടീച്ചറാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ നോക്കി വളർത്തിയെടുത്ത ഒരു ടീച്ചറാണ്, വളർത്തിക്കൊണ്ടിരിക്കുന്ന ടീച്ചറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടീച്ചർ വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്, ദാറ്റ് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അതെന്താണെന്നും നമുക്കതെങ്ങനെ നേടിയെടുക്കാമെന്നും ഒക്കെ നമുക്ക് മാം പറഞ്ഞുതരും. അപ്പം മാമിൻ്റെ സെഷനിലേക്ക് പോയാലോ? റെഡിയല്ലേ എല്ലാവരും? കുറച്ച് പേരെങ്കിലും ലൈവിൽ വാ കേട്ടോ. ക്യാമറയിൽ വരാൻ പറ്റുന്നവരൊക്കെ ക്യാമറയിലേക്ക് വാ. ഓക്കെ, നമുക്ക് നമ്മളുടെ മാമിലേക്ക് പോവാം. ഫസീല മാം, ഓവർ ടു യു. Yes, ma'am. Hi, happy new year to all. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് IQ, അല്ലെ? ഇന്റലിജന്റ് ക്വോഷ്യൻ, ബുദ്ധിശക്തി എന്ന് പറയുന്നത്. നല്ല മാർക്ക് നേടാനും എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാനും നല്ലൊരു ജോലി സമ്പാദിക്കാനും ഒക്കെ ഈ IQ നമ്മെ സഹായിക്കും, അല്ലെ? എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജീവിതത്തിൽ ഈ IQ എത്രത്തോളം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും? നമ്മുടെ ജീവിത വിജയത്തിന് ഈ IQ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്? ഐ ആം ഫസീല, വർക്കിംഗ് ആസ് എ ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തെ കുറിച്ചാണ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? ഒരു വ്യക്തിക്ക് തന്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ
എല്ലാ സ്ഥലത്തും നമുക്ക് ഐക്യു നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചെന്ന് വരില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത വിജയങ്ങൾക്ക് നമ്മുടെ ഐക്യം നമ്മെ സഹായിക്കുമെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരുപാട് ബുദ്ധിശക്തി ജീവിത വിജയത്തിന് അതൊരു മുതൽക്കോട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സ്കില്ലിന്റെ പ്രാധാന്യം. ഞാനൊരു ചെറിയൊരു കഥ പറയാം, ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു കുട്ടി ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് എപ്പോഴും ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യപ്പെട്ടു പോവാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ഗുരു പറഞ്ഞു, നിന്റെ ഉള്ളില് 2 ചെന്നായ്ക്കളുണ്ട്. ഒന്ന് കോപം, അസൂയ, അഹങ്കാരം. മറ്റൊന്ന് സ്നേഹം, ക്ഷമ, സഹാനുഭൂതി. അപ്പൊ കുട്ടി ചോദിച്ചു, ഇതെങ്ങനെയാണ്, ഇതിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത്? അപ്പൊ ഗുരു പറഞ്ഞു, നീ ആരെയാണ് കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് അയാളാണ് വിജയിക്കുക എന്നുള്ളത്. ശരിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക്, നമ്മൾ സ്വാഭാവിക മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇമോഷൻസും, നിരാശ, കോപം, ദേഷ്യം ഒക്കെ നമുക്കുണ്ട് അല്ലെ? ഇതൊക്കെ സ്വാഭാവിക ഇമോഷൻസ് ആണ് എല്ലാവർക്കും ഉള്ള. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇമോഷൻസ്, ഈ വികാരങ്ങള് നമ്മളെ നിയന്ത്രിക്കണമോ അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കുമോ? ഇവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന് മെയിനായിട്ടും 5 ഫാക്ടേഴ്സ് ആണുള്ളത്. കോമ്പണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് 5 ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൽഫ് അവയർനെസ്. ഒരു വ്യക്തിക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവണം, സ്വന്തത്തെ തിരിച്ചറിയാൻ പറ്റണം. സ്വന്തത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടാവും. ഞാൻ എന്താണ്, എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സെൽഫ് അവയർനെസ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെൽഫ് റെഗുലേഷൻസ്. അതായത് നമുക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ ഇമോഷൻസും നമുക്കുണ്ടാകും. അതായത് സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മളെ എങ്ങനെ സെൽഫ് കൺട്രോൾ ചെയ്യണം, എങ്ങനെ നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്റെ തേർഡ് വൺ ഈസ് സെൽഫ് മോട്ടിവേഷൻ ആണ്. നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയത്തിന് നമ്മൾ തളരാതെ ആദ്യം നമ്മളെ തന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാം. പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവും, പരാജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ പരാജയങ്ങളിൽ കൂടുതൽ ആൾക്കാരും തളർന്നു പോകും. പക്ഷെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാം. സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഐ ക്യാൻ ഡു ഇറ്റ്, ഇനിയും ഞാനത് ചെയ്യും, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ മറ്റൊന്നാണ് എംപതി. എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ് എംപതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സോഷ്യൽ സ്കിൽ. അതായത് സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ സമൂഹമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ മെയിനായിട്ടും 5 ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഇന്റലിജൻസിന് ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയൊക്കെ നമുക്കിത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങളാണ് കോപം, നിരാശ, ഉത്കണ്ഠ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമോഷൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായാല് നമ്മൾ ആ പ്രശ്നം കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാതെ അത് കൺട്രോൾ ചെയ്ത് അത് അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. സെൽഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന് കഴിയൂ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമ്മുടെ ഉള്ളില് ഇമോഷണൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? സങ്കടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പരാജയങ്ങൾ തളരാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വിഷമം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇമോഷണൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനുള്ള വലിയൊരു തെളിവാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തളരാതെ നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കാം. പോസ് ബിഫോർ റിയാക്ടിങ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് സമയം ആലോചിച്ച് മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. പിന്നെ ആക്റ്റീവ് ലിസണിങ്.
നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി എന്താ പറയാ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. അവരുടെ ഭാഗത്തിന് ന്യായം ഉണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ എന്റെ ഭാഗത്ത് മാത്രമാണ് ന്യായം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവാനേ പാടില്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യണം. മറ്റുള്ളവരെ കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇവിടെയൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മള് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ മേഖലകളിലും ഇതിന്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, വർക്ക് പ്ലേസിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. അപ്പൊ നമ്മുടെ പേരൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പേരൻസ് നമ്മളോട് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളിത് പെട്ടെന്ന് നമ്മുടെ ഒരു ടീനേജ് ഒക്കെ ഉള്ള കുട്ടികളൊക്കെ നമുക്കറിയാം, എന്തൊക്കെയാലും പറയുന്ന സമയത്ത് തിരിച്ചെടുക്കാനുള്ള ഒരു പക്വത ചില കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ശരിക്കും എന്താ പറയാ, ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല, അത് സ്വായത്തമാക്കേണ്ട ഒരു കഴിവാണ്. ഒരു വർക്ക് പ്ലേസിലായിക്കോട്ടെ, വർക്ക് പ്ലേസിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, അതിന്റെ 5 കോമ്പോണൻസ്, അതുപോലെ ഇത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നീ കാര്യങ്ങളാണ്. നമുക്കറിയാം ലോകത്തിന് ആവശ്യം കൂടുതൽ ഐക്യം ഉള്ള ആൾക്കാരെയല്ല, മറിച്ച് എന്താ പറയാ മനുഷ്യത്വമുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു മനുഷ്യനാണ് ഈ ലോകത്തിന് ആവശ്യം അല്ലെ. അപ്പോ എന്താ പറയാ, ഈ ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു സ്കില്ല്, ഈ ഒരു എബിലിറ്റി നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നല്ല വ്യക്തികളാവുക. പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു കഴിവൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മളെല്ലാവരും നല്ല ഒരുപാട് ഇമോഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ചിന്തിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ മാത്രം നമ്മൾ സമൂഹമായിട്ട് ഇടപഴകുക. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്ന വെറ്റൂറെ എജു ഹബിന് എന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ശരിക്കും എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. 2025 എനിക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയും, എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നെത്തിയത്, മാമിനൊക്കെ പരിചയപ്പെട്ടത് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിക്കാറുണ്ട് സംസാരിക്കാൻ, പബ്ലിക്കായിട്ട് സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി സംസാരിക്കാറുണ്ട്. ആ ഒരു സമയത്തിന് ഉള്ളിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഉള്ളിൽ കടകട വിറക്കുന്നുണ്ടാവും. എന്നാലും ഞാനത് പുറത്ത് കാണിക്കാതെ ഞാൻ സംസാരിക്കും. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവും എനിക്ക് നല്ല പേടിയുണ്ട് എന്നുള്ളത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാണ്, ഇപ്പൊ അതില്ല. കാരണം ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു 1-2 ദിവസം മുമ്പേ എൻ്റെ സ്കൂൾ ഒരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ പ്രിൻസിപ്പൾ സംസാരിക്കേണ്ട ഒരു വിഷയം, അൺഫോർച്ചുനേറ്റ്ലി അത് എനിക്ക് സംസാരിക്കേണ്ട ഒരു അവസരം വന്നു. എൻ്റെ കോർഡിനേറ്ററിനോട് സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഷുവറായി സംസാരിക്കാമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് ആണ് എനിക്ക് ടൈം തന്നത്. 10 മിനിറ്റ് പേരൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, ബാക്കിയുള്ള ടൈം ഒരു 5 മിനിറ്റ് അവരുമായിട്ടുള്ള അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാന്നുള്ളത്. അപ്പൊ കുറച്ച് പോയിന്റ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ആണ് അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞ സമയത്തും എനിക്ക് ഒരു ടെൻഷനും ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ ടെൻഷനേ അല്ലായിരുന്നു. കാരണം അല്ലാതെ എന്നോട് വന്ന് പറയുകയാണെങ്കിൽ, മുമ്പ് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ചെയ്യേയില്ല എന്ന് ഞാൻ തീർത്ത് പറയും. എന്നാലും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പോയി ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് ഞാനിങ്ങ് പോരും. പക്ഷെ വ്യക്തമായി ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്ന സമയത്ത് കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തൊരു പുതിയ ടീച്ചറുണ്ട്. എന്നെ ബാക്കിയുള്ള പലർക്കും എന്നെ അറിയാം. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയും കോൺഫിഡന്റ് ആയി, ഒരു പോയിന്റ് പോലും വിട്ടു പോവാതെ അത്രയും എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു, ഒരു പേടിയില്ലാതെ. അതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തു എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ മുൻപ് എന്തായിരുന്നു, ഇപ്പൊ ഞാൻ എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരുപാട് കോൺഫിഡന്റ് ഇല്ലെങ്കിലും
എനിക്ക് കുറച്ചൊരു കോൺഫിഡന്റ് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. രന മാമിന്റെ എന്താ പറയാ, ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എന്നെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ സ്റ്റേജിൽ ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചത് കൊണ്ടാണ് അത്രയും വലിയൊരു പ്രശംസ എനിക്ക് കിട്ടിയത്. അപ്പോ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു കോർഡിനേറ്റർ ഒക്കെ വന്ന് എന്നെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. കാരണം അവർ പ്രതീക്ഷിച്ചില്ല. അവര് ജസ്റ്റ് ഒന്ന് അവർക്ക് ആ കർത്തവ്യം നിർവഹിക്കാൻ മാത്രമാണ് എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ അത് ഭംഗിയായിട്ട് ഞാൻ കയ്യിൽ കൊടുക്കും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ പറയാ, ഇത്ര ഒരു കോൺഫിഡന്റ് ആക്കി തന്നതിന് താങ്ക് യു സോ മച്ച് ലൈല മാം. താങ്ക് യു റിട്ടോറിയ ജഹാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡിയർ. കരട്ട് പോയി ജയൻ. ഈ സ്റ്റോറി ഞാൻ അറിയില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ, ഗ്രൂപ്പിലൊക്കെ ഇല്ല പറയണ്ടേ? ഇത് 2 ദിവസം മുന്നേ ഇല്ല, ഇങ്ങനെ ബട്ട് സെഷനിൽ നന്നായി പറയാന്ന് നന്നായി, വിചാരിച്ചത്. എനിക്കൊരു ന്യൂ ഇയർ സർപ്രൈസ് ആയി അത്. അതെ അതെ വെരി നൈസ്, താങ്ക് യു. സൂപ്പർ, അടിപൊളി. ഐ എം സോ ഹാപ്പി. എല്ലാവർക്കും ഇമോഷണൽ ഇന്റലിജൻസ് എന്താന്ന് പിടികിട്ടിയോ? പിടികിട്ടിയെങ്കിൽ ഒരു തംസ് അപ്പ് ഒക്കെ കൊടുത്തൂടെ? ഇല്ലേ? ആ യെസ്, കമോൺ കമോൺ, ചാറ്റ് ബോക്സിൽ എല്ലാവർക്കും പിടികിട്ടോ? യെസ് യെസ് യെസ്. ആ വാരി വിതറി. പിന്നെന്താ വേണ്ടേ? ഫസീല മാം, അമേസിങ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ 2 സ്പീക്കേഴ്സ് സംസാരിച്ചു. 2 പേരും അവര് വെറും സംസാരിക്കുകയല്ല ചെയ്തത് അല്ലേ, അവര് നമ്മളുടെ ഹൃദയത്തിനെ തൊടുക ചെയ്തത്. 2 പേരും നമ്മളുടെ ഹാർട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കൂല. കാരണം എന്താ, അവർ നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം. കാരണം സംസാരിക്കൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കാന്നുള്ളതല്ല. ഇറ്റ്സ് അബൌട്ട് കണക്ഷൻ. എത്ര നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, അതിലാണ് കാര്യം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത സ്പീക്കറിലേക്ക് പോവാം. അടുത്ത സ്പീക്കർ അതൊക്കെ മേലെ എന്ന് പറഞ്ഞ മാതിരിയുള്ള ആളാണ്. ഷീസ് എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ആക്ച്വലി ഷീസ് എ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ആള് മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള നമ്മളുടെ ആയിഷ മാം ആണ് അടുത്തതായിട്ട് വരുന്നത് വിത്ത് എ സൂപ്പർബ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് കേൾക്കട്ടെ. എത്ര പേര് ഇവിടെ ആ വേർഡ് കേട്ടിട്ടുണ്ടെന്ന്? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ആകെ കേട്ടത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ മറ്റേ കിറ്റൊക്കെ കൊണ്ട് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നഴ്സിനോട് ഇതൊക്കെ ഒന്ന് മായ്ച്ചു കളയൂ എന്ന് പറയുന്ന ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഷീ ഈസ് ഗോയിങ് ടു ടീച്ച് us അബൌട്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ എല്ലാവരും? എക്സൈറ്റഡ് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് റെഡി ആണെന്ന് ടൈപ്പ് ചെയ്തേ, 6 ടൈപ്പ് ചെയ്തേ. നമുക്ക് പെട്ടെന്ന് പോവാലോ. റെഡിയാണോ? യെസ്, ഷാൽ വി മൂവ്? ഓവർ ടു യു ആയിഷ മാം. Hi, good evening, everyone. Happy New Year. അപ്പൊ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റോറി പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സ്റ്റോറി, പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഇമാജിൻ ചെയ്യും. ഇമാജിൻ നിങ്ങൾ ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് ദെൻ റോഡിലൂടെ കുറെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ വാട്ട് ഹാപ്പൻഡ്, ഒരു ബൈക്ക് മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ചിട്ട് ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബൈക്കില് ദമ്പതികളാണ് ഉണ്ടായിരുന്നത്. മുന്നിലിരുന്ന ഭർത്താവ് ആക്സിഡന്റില് പരിക്കേൽക്കുകയും ചോര വരികയും പല കാര്യങ്ങളും പറ്റുകയും ചെയ്യാണ്. പക്ഷെ പിറകിലിരുന്ന ഭാര്യക്ക് ഭാഗ്യകരമായി, വെരി ഫോർച്ചുനേറ്റ്ലി ഒന്നും സംഭവിക്കാതെ വളരെ എന്താ പറയാ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ മുന്നിലിരുന്ന ഭർത്താവിന് അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാത്ത ഭാര്യനെ പല ആൾക്കാരും അൺനോട്ടീസ്ഡ് ആയിട്ട് അവിടെ ഉണ്ട്. എല്ലാവരും ചോരയും വരുന്നതും അവിടെ സംഭവിച്ചിട്ട് ആഘാതത്തിൽ ഭർത്താവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്. ഈ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു? എന്ത് ചെയ്യും? ഇമാജിൻ ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം കേട്ടോ. ദിസ് ഇസ് മീ, ആയിഷ ഷെഹർബാൻ, consultant psychologist. Today, I'm here to talk about
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ നമ്മൾ സാധാരണ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും, വളരെ ഫെമിലിയർ ആയിരിക്കും. മെഡിക്കൽ, ചില ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, മെന്റൽ ഹെൽത്ത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് മിസ്സിസിനെ പോയി സമാധാനിക്കും? യാ, റൈറ്റ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ മിസ്സിസിനെ സമാധാനിപ്പിക്കുന്നതും മെന്റലി ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു നിങ്ങൾക്ക് അറിയാം? ഈ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടക്കുകയാണ്, ഒരു ഡിസ്ട്രസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രോമ, ഒരു ക്രൈസിസ്, അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ അത് അനുഭവിക്കുന്ന ആൾക്ക് നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കും, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സപ്പോർട്ടും കൊടുക്കും. ഈ പ്രാക്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കലി അവർക്ക് എന്താണ് നമ്മളെ ഭാഗത്ത് നിന്ന് സഹായം ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള സഹായവും ചെയ്യുകയും ഇമോഷണലി നമ്മൾ അവരെ, മെന്റലി നമ്മളെ സമാധാനിപ്പിക്കും, അവരെ ബാക്ക് ടു നോർമലിലേക്ക് പതിയെ കൊണ്ടുവരും. ഓൾ ഓഫ് എ സഡൻ നമുക്ക് അത് ആവില്ല, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവര് നല്ല പേടിയിലും അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഡിസ്ട്രെസ് ആയിട്ടുമായിരിക്കും ഉണ്ടാകും. ആ സിറ്റുവേഷനിൽ നമ്മൾ അവരെ കോപ്പ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡിനാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ ബാൻഡേജ് ഒട്ടിക്കും. ഒരാൾക്ക് കൊളാപ്സ് ആയി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ CPR അറിയുന്നവരാണെങ്കിൽ CPR കൊടുക്കും. അതുപോലെ ഇമോഷണലി തകർന്നിരിക്കുന്ന ഒരാൾക്ക് ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അഥവാ PFA എന്നും കൂടി ഇതിനെ പറയും കേട്ടോ. ഷോർട്ട് ആയിട്ട് ഇതിനെ PFA എന്നും കൂടി പറയാൻ പറ്റും. അപ്പൊ ഈ PFA കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ ആളെ നമ്മള് അയാളുടെ സേഫ്റ്റിയും അതുപോലെ അയാളെ ഹെൽപ്പ് ചെയ്യുക, സിറ്റുവേഷൻ കോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആക്സിഡന്റ്, ആ സമയത്ത് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാം. എന്തിനാ? ഭാര്യയെ സമാധാനിപ്പിക്കാൻ. കാരണം ഭാര്യ അൺനോട്ടീസ്ഡ് ആയിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഭാര്യന്റെ അടുത്തേക്ക് പോവുകയും അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവർ ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാണ്? കാം ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് ഭർത്താവിനെ സഹായിക്കാം. നമ്മൾ ഭർത്താവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ വേവലാതിപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പറയാം, പുള്ളിക്കാരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഷീസ് സേഫ് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക. അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച മുറിവ് പേടിക്കാനൊന്നുമില്ല, മുറിവുകൾ ഉണ്ട്, പക്ഷെ നമ്മള് കെട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ചോര വരുന്നത് നിന്നിട്ടുണ്ട് എന്നൊക്കെ കൂടുതലുള്ള ആൾക്ക് പറയാം. ഇനി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലോ ഹെൽത്ത് നഴ്സിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ PFAയും കൊടുക്കാം. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്, വിൽ ഡു വാട്ട് എവർ യു വാണ്ട്. തരത്തിലുള്ള PFA ഭർത്താവിനും കൊടുക്കാം, ഇവിടെ ഭാര്യയ്ക്കും കൊടുക്കാം. അപ്പൊ ആക്സിഡന്റ് കേസസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു വാർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഫ്ലഡ്, അതൊക്കെയാണ് നല്ല കോമൺലി നമ്മളെ അടുത്തൊക്കെ നടക്കുന്നത്. ലാൻഡ് സ്ലൈഡ് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന് വിക്ടിം ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ വിക്ടിം എന്ന് പറയുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായ കുറെ ആൾക്കാരെ, അവർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെ ചിലപ്പം മരണപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പം കാണാതായിട്ടുണ്ടാവാം. അപ്പൊ ഈ അവസരങ്ങളിലൊക്കെ അവിടെ എത്തിപ്പെടുന്ന വോളണ്ടിയേഴ്സിന് ഈ വിക്ടിംസിനൊക്കെ എന്ത് നൽകാം? PFA നൽകാവുന്നതാണ്. പിന്നെ ആർക്കാ? ഈ അബ്യൂസിന്, ഇപ്പൊ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടുന്നെങ്കിലും അബ്യൂസിന് ഇരയായിട്ടുള്ള വിക്ടിംസിന് നമുക്ക് ഉടനെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ടും PFAയിലൂടെ കൊടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴൊക്കെ കൊടുക്കാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പിന്നെ എപ്പോഴൊക്കെ കൊടുക്കാന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ എമർജൻസി ഉണ്ടാകുമ്പോൾ കൊടുക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും മരണപ്പെട്ട, ഇപ്പൊ നമ്മുടെ ലവ്ഡ് വൺസ് ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ഈ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആള്, അപ്പൊ നമ്മൾ കൂടെയുള്ള ഒരാൾക്കാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അയാൾക്ക് PFA കൊടുക്കാം. അതായത് അയാള് ഇപ്പം അയാള് വർക്ക് പ്ലേസിലാണ് ഉള്ളത്, അയാളെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് എന്താണ്? അയാളെ ഉടനെ തന്നെ നമ്മൾ വീട്ടിലെത്തിക്കാന്നുള്ളത്. അയാൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാന്നുള്ള ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ഒരു തരത്തിലുള്ള PFA ആണ്. അതോടൊപ്പം ഇമോഷണലി നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യണം, കൂടെ തന്നെ നിൽക്കുകയും അയാളെ കാമാക്കുകയും അയാളെ സമാധാനിപ്പിക്കുകയും കൂടി ചെയ്യേണ്ടത് നമ്മളുടെ ദൗത്യമാണ്. അതാണ് PFA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? PFA യൂസ് ചെയ്യാം. ഇനി എന്താണ് PFA കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ
എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്കൊന്നും പോകാൻ പാടില്ല. അതായത് ഇയാള് ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് അറിയുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് അലമുറിട്ട് കരയും. എന്താണ് ആ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഡയഗ്നോസ് ചെയ്യണം, ഇയാൾക്ക് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ ഇയാൾക്ക് PTSD ആയി. അങ്ങനെ ഡയഗ്നോസിലേക്കൊന്നും പോകാൻ പാടില്ല. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിവിടെ അയാൾക്ക് തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗോ ഒന്നും അല്ല കൊടുക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് അയാളെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് അതൊരു കൗൺസിലിങ്ങോ തെറാപ്പിയോ ഒന്നും അല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് ആ സിറ്റുവേഷനെ പറ്റി കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിളിൽ ഭാര്യയോട് നമുക്ക് എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു, നിങ്ങൾ സ്പീഡിൽ പോയതാണോ, നിങ്ങളെ വണ്ടിയാണോ സ്പീഡിൽ പോയത്, അല്ലെ എതിരെ വന്ന വണ്ടിയാണോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഇമ്മീഡിയറ്റ് അവസരത്തിൽ ചോദിക്കാൻ പാടില്ല. പിന്നീട് നമുക്കത് ചോദിക്കാം പിറ്റേത്തെ ദിവസം അല്ലെങ്കിൽ ഒരു കാമായതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ചോദിക്കാം. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഇത് നടന്ന ഉടനെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാതെ അവരെ കാമാക്കാനും അവരെ സമാധാനിപ്പിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, അതുപോലെ ഇപ്പം ചില ആൾക്കാർക്ക് നമ്മൾ ഈ PF കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ വാണ്ട് ടു ടോക്ക് സംതിങ്, അവർക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം. അല്ലാതെ നമ്മൾ അവരോട് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അങ്ങനെ ചോദിച്ച് അവരെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് അവരെ സമാധാനിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ PF കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താണ് ഈ PF എയിം ചെയ്യുന്നത്? PF ശരിക്കും എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. സേഫ്റ്റിയും കംഫർട്ടാണ്. ഈ ഒരു വിക്ടിമായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും കംഫർട്ടും. അവർ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ നമ്മൾ അവരെ സേഫ് ആക്കാം. നിങ്ങൾ സേഫ് ആയിട്ട് ഈ സ്ഥലത്താണ് ഉള്ളത്, ഇപ്പൊ അബ്യൂസ് എല്ലാം അനുഭവിച്ച ആൾക്കാരാണ്, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ കംഫർട്ടാണ്, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് അവരെ ബാക്കിയുള്ള ഇമോഷണൽ ഡിസ്ട്രെസ് അനുഭവിക്കുന്നതിനെ കുറക്കും. പിന്നെ നമുക്ക് അവരെ ബേസിക് നീഡ്സും കൂടി കൊടുക്കാനാണ് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത്. ബേസിക് നീഡ്സും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിളിൽ വൈഫിന്റെ ബേസിക് നീഡ് എന്താ, പുള്ളി ആകെ ചിലപ്പോൾ വറുക്കുന്നുണ്ടാവും, വിയർക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഉടനെ എവിടെയെങ്കിലും ഇരുത്താം, നമുക്ക് വെള്ളം വേണോന്ന് ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാം. അത്തരത്തിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് ഭർത്താവ് ഓക്കെ ആണ്, സേഫ് ആണ് എന്നൊക്കെ പറയാം. അപ്പൊ ഭാര്യ പറയാണ് എനിക്ക് ഭർത്താവിന്റെ കൂടെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഭർത്താവിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പുള്ളിക്കാരനെ കൊണ്ടുപോകാം. ഇനി ഫാമിലിനെ കണക്ട് ചെയ്യാനൊക്കെ സഹായിക്കാം. മെയിൻ ആയിട്ട് നമ്മൾ PFയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം, ലിസൺ ചെയ്യാം, അവരെ ലിസൺ ചെയ്യാം, അതുപോലെ തന്നെ ലിങ്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്സിഡന്റ് സംഭവിച്ച ഈ ഒരു എക്സാമ്പിളിൽ വൈഫിനെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാനാണ്. അതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണം എന്നുള്ള രീതിയിൽ ഫാമിലി മെമ്പേഴ്സിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ ഒരു അബ്യൂസ് സംഭവിച്ച സ്ഥലത്താണല്ലോ നമുക്ക് ലിങ്ക് ചെയ്യേണ്ട ചിലപ്പോൾ മറ്റേ അതോറിറ്റീസിനെ, ലീഗൽ അതോറിറ്റീസിനെ ആയിരിക്കും, ചിലപ്പോൾ പോലീസിനെ വിളിക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട അധികാരികളായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മളൊരു വാർ നടന്ന സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസിനെ, അതുപോലെ തന്നെ ഇപ്പം ഈ നാച്ചുറൽ കലാമിറ്റീസ് നടന്ന അവിടെയാണെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടാവും, അവരൊക്കെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവരുമായിട്ട് ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ ലിങ്ക് ചെയ്യും. അതൊക്കെയാണ് നമ്മൾ PFന്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ സപ്പോർട്ടും കൊടുക്കണം. ഇമോഷണൽ സപ്പോർട്ട് മാത്രമല്ല, പ്രാക്ടിക്കലി ഉള്ള ഫിസിക്കൽ സപ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കണം. ഇമോഷണലി നമ്മൾ അവരെ സമാധാനിപ്പിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലി കിട്ടേണ്ട സപ്പോർട്ടോ അല്ലെങ്കിൽ അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കിട്ടൂല. അപ്പൊ പ്രാക്ടിക്കൽ സപ്പോർട്ടോ ഇമോഷണൽ സപ്പോർട്ടിന്റെ കൂടെ കൊടുക്കുന്നതിനാണ് PFA എന്ന് പറയുന്നത്. ഇനി PF ആർക്കൊക്കെ കൊടുക്കാം? ഇനി ഐഡിയാസ് ഉണ്ട്, ആർക്കൊക്കെ കൊടുക്കാം നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, PFA നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടൻസിന് കൊടുക്കാം. ഞാൻ നേരത്തെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ ആക്സിഡന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണല്ലോ, നിങ്ങൾ ഓരോരുത്തരാണല്ലോ ഈ ഒരു ഇൻസിഡന്റ് കാണുന്നത്. നിങ്ങൾക്കാണ് ഫസ്റ്റ് ഈ PFA കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് വേറെ ആളോട് പറഞ്ഞ് വേറെ ആൾ വന്നിട്ടല്ല കൊടുക്കേണ്ടത്. നിങ്ങളാണ് ഇത് നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങളാണ് ഫസ്റ്റ് റെസ്പോണ്ടൻസ്, അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പോ ഒരു വാറാണ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയിലാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ വോളണ്ടിയേഴ്സിനൊക്കെ കൊടുക്കാം. അതായത് ഫസ്റ്റ് റെസ്പോണ്ടൻസ് തന്നെ ആകണമെന്നില്ല, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന വോളണ്ടിയേഴ്സിന് PFA കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു സ്കൂൾ സിറ്റുവേഷനിൽ വന്നാലോ, ടീച്ചേഴ്സിന് കൊടുക്കാം, വീട്ടിലാണെങ്കിൽ പാരന്റ്സിന് കൊടുക്കാം,
അങ്ങനെ അങ്ങനെ തുടങ്ങി ഇനിയിപ്പം ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കാം. ഇപ്പൊ ആക്സിഡന്റ് ആയടുത്ത് ഞാൻ പറഞ്ഞു ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സിനും ഒക്കെ മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം PFA കൂടി കൊടുക്കാം. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ അയാളെ കംഫർട്ട് ആക്കാം. അപ്പം ഹെൽത്ത് ഫീൽഡിലുള്ളവർക്കും കൊടുക്കാം. അപ്പൊ ഇത്തരത്തില് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവണം, ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ ഒന്നും ആവണമെന്നില്ല ഈ PFA കൊടുക്കണമെങ്കിൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും PFA കൊടുക്കാൻ പറ്റും. ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും PFA വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് PFA ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? ബിക്കോസ് ഇങ്ങനത്തെ ട്രോമാസും ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർക്ക് പിന്നീട് ലോങ് ടേമില് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷനോ PTSD അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഗണ്യമായി കുറക്കും ഇത് ഇമ്മീഡിയറ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവർക്ക് റെസിലിയൻസ്, അവർക്ക് അതുപോലെ തന്നെ കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ ഒക്കെ ആ സമയത്ത് കിട്ടാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ PFA കൊടുക്കുന്നത് കൊണ്ട് ഉപകാരപ്രദമാണ്. അപ്പൊ ഇത്രയാണ് PFA കൊണ്ട് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഈ PFA എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാളെ കേസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എക്സ്പേർട്ട് ആവേണ്ടതെന്ന് ആവശ്യമില്ല. ഈ ഒരു ഞാൻ ഇപ്പം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ, ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞത് എന്താണ് PFA എന്ന് ഞാൻ പറഞ്ഞു, എപ്പോഴാണ് PFA കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, PFA കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, PFA കൊടുക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് PFA കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കൊടുക്കണം. ഒരിക്കലും വിചാരിക്കരുത് ഞാൻ അതിനൊരു എക്സ്പേർട്ട് ആണോ, എനിക്ക് കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടോന്ന്. നമ്മൾ ഒരു മനുഷ്യനെ അയാൾ ഏറ്റവും വൾണറബിൾ ആയി ഇരിക്കുന്ന സമയത്ത് അയാളെ കൈകോർത്ത് പിടിക്കാന്ന് പറയുന്നതിലും വലിയൊരു ഒരു 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 കാര്യം നമുക്ക് ചെയ്യാൻ ഉണ്ടാവില്ല. നിങ്ങൾ എക്സ്പേർട്ട് ഒന്നും ആണ്ട് ജസ്റ്റ് ചിലപ്പോൾ അവരെ കൂടെ നിന്നാൽ മതി, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ സപ്പോർട്ട് കൊടുത്താൽ മതി. അവര് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. ആ കൊണ്ടുപോകുന്ന ആ സമയത്ത് അവരോട് പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, നിങ്ങളൊക്കെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞ് അതുപോലും PFA ആകും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എല്ലാവരും PFA ഇനി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹോപ്പ് യു ഓൾ ഗോട്ട്. എല്ലാവർക്കും ഇത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന റിറ്റോറിയ എഡു ഹബിനെയും അതോടൊപ്പം തന്നെ ലൈല മാമിനെയും അതുപോലെ എന്റെ ഈ ഒരു ക്ലാസ്സിൽ ഈ കോഴ്സിൽ എന്റെ കൂടെ ഉണ്ടായ എന്റെ സുഹൃത്തുക്കൾക്കും ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാണ്. കൂടാതെ എല്ലാവർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ 2026. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ആട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത ഒരു അനുഭവം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഫസീല മാം സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ ഒട്ടും ആക്ച്വലി എനിക്ക് ലൈല മാമിനെ പേഴ്സണലി കുറച്ച് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ലൈല മാം പറഞ്ഞു ദർ ഈസ് എ കോഴ്സ്, ഒരു കോഴ്സ് നടക്കാൻ പോകുന്നുണ്ട്, അത് കോഴ്സ് നടക്കുന്നതിന്റെ ഒരു 1 വീക്കോ ഒരു 2 ഡേയ്സ് മുമ്പെയാണ്. ആൻഡ് ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ആലോചിച്ചില്ല, എന്താണ് കോഴ്സ്, എന്തിനെ പറ്റിയാണ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഐ ഇമ്മീഡിയറ്റ്ലി സെഡ് യെസ് ഐൽ ബി ദേർ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അറിയുന്നത് ദിസ് ഈസ് അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ. അപ്പൊ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ലൈല മാം എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ റിഗ്രറ്റ്. ഞാൻ അന്ന് എടുത്ത ബെസ്റ്റ് ഡിസിഷൻ ആണ് ഇതെന്ന് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ. കാരണം നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെവർ മിസ് ദിസ് ചാൻസ്. ഇത് പറയാനുള്ള കാര്യം ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അറ്റൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു കോഴ്സ് അല്ല ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിക്കൂല. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും മാക്സിമം ഞാൻ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. കാരണം നമ്മൾ മെന്റലി നമ്മൾ ഫ്രീ ആവും, നമ്മൾ ഹാപ്പി ആവും കൂടി ചെയ്യും ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സാധാരണ ഒരു കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന ലെക്ചറർ അവരടിച്ചിങ്ങനെ പറയും, നമ്മളിങ്ങനെ
പാസീവായി കേട്ടോണ്ടിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാം 10 മിനിറ്റ് സംസാരിച്ചാൽ ബാക്കി 20 മിനിറ്റ് നമ്മളായിരിക്കും സംസാരിക്കുകയോ ചെയ്യുകയോ വേണ്ടത്. അപ്പൊ ഇത് ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫണ്ണി ആയിരുന്ന ഒരു ഇതിൽ നമുക്ക് പഠിക്കാനും ഭയങ്കര ഹാപ്പിയായി ഈസിയായി നമുക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. അതുകൊണ്ട് ഐ വുഡ് സേ ഞാൻ 2025 എടുത്ത വൺ ഓഫ് ദ റൈറ്റ് ഡിസിഷൻസിൽ ഒന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത്. എന്തെന്ന് അറിയാതെ പോലും അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് സീറോ എക്സ്പെക്ടേഷൻ, എന്തെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ സീറോ, എന്തിനെ പറ്റിയെന്ന് പോലും അറിയാത്തതുകൊണ്ട് തന്നെ സീറോ എക്സ്പെക്ടേഷനിൽ വന്നിട്ട് ഞാൻ എന്താ പറയാ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു ഫോർ ഗിവിംഗ് സച്ച് എ വണ്ടർഫുൾ കോഴ്സ് ആൻഡ് I am very, very grateful to be here on this day also. എല്ലാവർക്കും once again, Happy New Year. Thank you. താങ്ക് യു സോ മച്ച് ഡിയർ. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഹൃദയം തൊട്ടിട്ടുള്ള ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ. താങ്ക് യു സോ മച്ച് ഡിയർ. എക്സ്ക്യൂസ് മീ മാം, ആ ഫസീല മാം പറയൂ. can I leave? ആ മാം ഞാൻ പോവാനുണ്ടല്ലേ? പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു മാം. ഫസീല മാമിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കണേ ഇപ്പൊ ചോദിക്കണം. ആൾക്ക് വലിയ ഫംഗ്ഷൻ ഉണ്ട്, ന്യൂ ഇയർ പാർട്ടിയാണ്. പോകുന്നതിന് മുമ്പിലേ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട്? ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഓക്കെ ഫസീല മാം, ടാറ്റ, എൻജോയ്. ഓക്കെ, ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ബൈ. ബൈ ബൈ. ഓക്കെ, നമ്മളിപ്പോ കേട്ടത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടാണ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നും അത് ആർക്ക് കൊടുക്കാൻ പറ്റുമെന്നും ആക്ച്വലി നമ്മൾ മനുഷ്യന്മാർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണിതല്ലേ. നമ്മളല്ലേ മറ്റുള്ളവരെ സഹായിക്കേണ്ടവര്. ഇത് നമ്മൾ അറിയാണ്ട് പോവാനേ പാടില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു ടോപ്പിക് തന്നെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇനി തൊട്ട് ഏതൊരു കാര്യത്തിലും ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ഓർമ്മ വരുന്നു. PFA. താങ്ക് യു സോ മച്ച് മൈമൂന മാം, താങ്ക് യു. അതാണ് സംഭവം. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്, നിങ്ങൾ വീണ്ടും കണ്ടു നമ്മളുടെ അടുത്ത സ്പീക്കർ സംസാരിക്കുമ്പോഴും ഇറ്റ് വാസ് സച്ച് എ ഹാർട്ട് ടച്ചിങ് വേ ഓഫ് സ്പീക്കിംഗ്. ഇവരെല്ലാവരും ഐ കോണ്ടാക്റ്റും ഫേഷ്യൽ എക്സ്പ്രഷനും വോയിസ് മോഡുലേഷനും ഹാൻഡ് ജെസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ഐ എം സോ 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 ഗ്രേറ്റ്ഫുൾ. കാരണം ഈ കോഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഇത്ര വരെ നമ്മളുടെ വെബിനാറിൽ കാണുന്നുള്ളെങ്കിലും നിങ്ങളുടെ ഹോൾ ബോഡി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന്. And I'm so happy that everybody is doing it. I'm so grateful to you all. അപ്പോൾ നമുക്ക് നമ്മളുടെ 4th സ്പീക്കറിലേക്ക് പോകാം. നമ്മളുടെ 4th സ്പീക്കർ അതുക്ക് മേലെയുള്ള ഒരാളാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഡോക്ടർ റുബീന മാം. ഷീ ഈസ് എ അസിസ്റ്റന്റ് പ്രൊഫസർ ദർ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണത്? ഒരു വലിയ ടോപ്പിക്കാണ്. ഞാൻ തന്നെ പുസ്തകം നോക്കി വായിക്കേണ്ടി വരും. The quiet hours of a woman's life. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു കവിത പോലെ ആകാൻ പോകുന്ന ഒരു സംഭവമാണ്. വെരി വെരി ഹാർട്ട് ടച്ചിങ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇവിടെ വിമൻ ആയിരിക്കണം കൂടുതലുള്ളത്. ഐ ഹോപ്പ് സോ. അപ്പോൾ എന്താണത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ക്യൂരിയസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റ് ഗോയിങ് ഓൺ ടു അവർ ഗ്രേറ്റ് മാം ഡോക്ടർ റുബീന, ഓവർ ടു യു. Thank you so much, ma'am, for the introduction. ഒരു അമ്മയ്ക്ക് എപ്പോഴാണ് വയസ്സാവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴാണ് വയസ്സാവുന്നത് എന്നുള്ള കാര്യം? ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ അവരുടെ മിഡിൽ ഏജ് എന്ന പോയത്തിൽ കൂടി അവർ പറയുകയുണ്ടായി, ഒരു അമ്മക്ക് വയസ്സാവുന്നത് അവരുടെ സ്കിന്നിലെ ചുളിവ് വന്ന് തുടങ്ങുന്ന ആ സമയം മുതലല്ല, മറിച്ച് അവരുടെ മക്കൾ വലുതായി അവരോട് കയർത്ത് സംസാരിക്കുമ്പോഴാണ് അവരുടെ അമ്മക്ക് വയസ്സാവുന്നത്. എത്രമാത്രം ശരിയാണ് അല്ലേ? ഇതില് ആർക്കും എതിരഭിപ്രായം ആർക്കും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അതിന്റെ കാരണം പറയാം. ഐ എം ഡോക്ടർ റൊബീന. ഐ എം വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ, ഗവൺമെന്റ് ഡെന്റൽ കോളേജ്, പരിയാരം. ടുഡേസ് ടോപ്പിക് ഈസ് അബൌട്ട് ദ ക്വയറ്റ് അവേഴ്സ് ഓഫ് എ വുമൻസ് ലൈഫ്. ഇവിടെ ഞാനൊരു വയസ്സിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു അസുഖത്തിനെ പറ്റിയുമല്ല, നമ്മൾ ഒറ്റക്കായത് കൊണ്ടുള്ള ഒറ്റപ്പെടലിനെ പറ്റിയുമല്ല, മറിച്ച് ഈ ക്വയറ്റ് അവേഴ്സ് ഓഫ് വുമൻസ് ലൈഫ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റും
നമ്മളെ എന്താ പറയാ നമ്മളെ ഫാമിലി ഉണ്ട്, നമ്മളെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, ബന്ധുക്കളെല്ലാം ഉണ്ട്. എന്നാലും തന്നെ നമ്മൾ എന്തോ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു സംശയം, നമ്മളെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയോ ഒരു നിമിഷം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇൻവിസിബിൾ ആയി പോകുന്നുണ്ടോ എന്നൊരു നിമിഷം, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മളിവിടെ എല്ലാവരും അമ്മമാരാണ് അല്ലെ, എല്ലാവരും. അപ്പൊ നമുക്കെല്ലാവരും നമ്മളെ ജീവിതം, നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, പിന്നെ ഭർത്താവിന് വേണ്ടി. അതില് ആർക്കും ഒരു അഭിപ്രായം ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരെ പ്രസവിച്ച മുതൽ അവര് വളരെ വലുതാവുന്നവരെ അവരെ കൂടെ തന്നെ നമ്മൾ നിൽക്കും. അവർക്കിപ്പോ എന്താ പറയാ, അവരെ ചെറുപ്പത്തിൽ അവർക്ക് ഇങ്ങനെ എന്താ പറയാ, അവര് പാട്ട് പഠിക്കണം എന്ന് തോന്നാൻ നമ്മൾ അത് പാട്ട് പഠിക്കാൻ ചേർത്തും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകണം എന്ന് അത് ചേർത്തും. എന്താഗ്രഹം വെച്ചാൽ അത് നമ്മൾ എന്താഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കും. എന്താ കാരണം? ബിക്കോസ് അവരൊരു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റവും നമ്മൾ പോവും, നമ്മൾ അമ്മമാർ. അതാണ് നമ്മളെ ആഗ്രഹം, അതാണ് നമ്മളെ സന്തോഷം തന്നെ നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പാടേ മറന്നു പോകും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ എന്തിനും പറയുന്നു, നമ്മുടെ സമൂഹം തന്നെ എന്താ പറയുന്നത് നമ്മളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ തൽക്കാലത്ത് നിങ്ങൾ അത് കടിഞ്ഞാനിടുക. നിങ്ങൾ മക്കള് വലുതാവുന്നവരെ അവരുടെ ഒപ്പം തന്നെ വരണം, അവർക്ക് സപ്പോർട്ടായിട്ട് അവരൊരു എന്താ പറയുക, ഒരു സെറ്റിൽ ആവുന്നവരെ അവരെ കൂടെ തന്നെ വേണം. അപ്പൊ ഞങ്ങൾ വിചാരിക്കും, ഓ ശരിയല്ലേ, ഇനി നമ്മളെ മക്കൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? ശരിയാണ്, അതായിരുന്നു നമ്മളെ സന്തോഷം. അങ്ങനെ അവരെ കൂടെ തന്നെ നിന്ന് അവര് ഏറ്റവും അവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ അവര് ചിലപ്പം ഹോസ്റ്റലായിരിക്കും. അപ്പൊ അവര് ഫോൺ വിളിച്ച് പറയാ, അമ്മ ഇവിടുത്തെ ഭക്ഷണമൊന്നും ശരിയില്ല, ഇവിടെ എനിക്ക് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മള് അമ്മമാർക്ക് അവിടെ വിഷമം തോന്നി. അപ്പോൾ ഈവൻ വർക്കിംഗ് മദേഴ്സ് പോലും, എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ അറിയാം, അവര് 3-4 മാസം ലീവ് എടുത്തിട്ടാണ് അവരുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പരീക്ഷ വരെ അവിടെ ഇരിക്കുന്നത്. അവർക്ക് എന്താ ആഗ്രഹം? കുട്ടികൾ ഏറ്റവും വലിയ ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹമാണ്. അതാണ് നമ്മളെ സന്തോഷം. നമ്മളെ ആഗ്രഹം എന്നിട്ടും നമുക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെ അവർക്ക് നല്ലൊരു ജോലി കിട്ടി. അപ്പൊ നമ്മള് ഏകദേശം ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു. പിന്നെ നമ്മളെ അടുത്ത ആഗ്രഹം എന്താണ്? അവരൊരു നല്ല കുടുംബത്തിൽ കല്യാണം കഴിപ്പിക്കുക. അതോടുകൂടി നമ്മളെ എല്ലാ ആഗ്രഹവും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അവർക്ക് നല്ലൊരു ബന്ധം കണ്ടുപിടിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കും. അപ്പൊ എന്താ സംഭവിക്കുക? പിന്നെ അവരെ ഫാമിലിയായി, അവര് ബിസിയായി. പിന്നെ അവരെ ഫോൺ കോൾസ് എല്ലാം കുറഞ്ഞു തുടങ്ങി, അവരെ വീട്ടിലെ വരവൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ നമുക്കൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. നമ്മൾ ആകെ സ്റ്റക്കായ പോലെ, നമ്മളെ മനസ്സിന് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നമുക്കിപ്പോ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ മനസ്സിന് ചോദിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നമുക്കിപ്പോ നമ്മളോട് മക്കളോട് പറയാൻ പറ്റുമോ, നമ്മൾ നിനക്ക് വേണ്ടിയല്ലേ ഇത്ര നാളും ജീവിച്ചത്, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ മക്കൾ പറയില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ചു, എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല എന്ന് പറയില്ലേ? അതിനൊരു അർത്ഥമില്ല. ഹൗ ഓൾഡ് ആർ യു എന്നൊരു മൂവി ഉണ്ട്, അതില് നമ്മുടെ മഞ്ജു വാര്യർ ആയിരുന്ന ആക്ട്രസ്, അതില് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു സ്കൂള്, മഞ്ജു വാര്യരുടെ മകളുടെ സ്കൂള്. ആ പ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാന്നുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഈ മഞ്ജു വാര്യരുടെ മകൾക്കാണ് ആ ഒരു സെലക്ഷൻ കിട്ടിയത്. അപ്പൊ ഈ മോള് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡിസയർ? ആരാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത്? എത്ര പവർഫുൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് നമ്മളെ ആഗ്രഹത്തിന് വിരമിക്കൽ പ്രായമുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു പ്രായേ ഇല്ല. നമ്മൾ കുട്ടികളെല്ലാം സെറ്റിലായ ആ സമയം നമുക്ക് ഏകദേശം ഒരു 55 to 60 years ആയിട്ടുണ്ടാവും അല്ലെ? അപ്പോ ആ സമയമാണ് നമ്മളെ തിരിച്ചറിയൽ, എന്താ പറയുക, ഘട്ടം എന്ന് പറയാം നമുക്ക്. അതൊരു എന്താ പറയുക, ടെമ്പററി ആയിട്ട് ഒരു നിമിഷം മാത്രമാണ്. അത് നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായി നിങ്ങൾ കരുതുക. അത് ഒറ്റപ്പെടലല്ല. നിങ്ങൾ ആ ഒറ്റപ്പെടലിനെ ഓവർകം ചെയ്യാന് ബാക്കി ആൾക്കാരെ, നമ്മളെ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ വന്നാൽ ആ ഒറ്റപ്പെടൽ ഓവർകം ചെയ്യുന്നതിന് പകരം നമ്മളിലേക്ക് തിരിച്ചു വരിക. എന്താണ് നമ്മൾ ആഗ്രഹം? നമ്മൾ ആരാണ്? നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം? നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കുക. ചിലപ്പോൾ നമുക്ക് പാട്ട് പഠിക്കാനായിരിക്കും ആഗ്രഹം, ചിലപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ, കൂട്ടായ്മയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രിപ്പിന് പോകാൻ, ലേഡീസ് ട്രിപ്പ്. ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ സോളോ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പങ്കെടുത്താം. അതെല്ലാം ചെയ്ത് നമ്മൾ സന്തോഷം കണ്ടെത്താം. നമ്മള് പിന്നെ എന്താ പറയാ,
നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം വന്നു എന്ന് വിചാരിച്ചോ, നമ്മളെ ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ വന്നു, അപ്പൊ നമുക്ക് ആരും ഗിഫ്റ്റ് തരുന്നില്ല. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പ് പോയാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കുക. അത് പൊട്ടാവട്ടെ, കൺമഷിയാവട്ടെ, എന്തു ആവട്ടെ, വളയാവട്ടെ, ഡ്രസ്സാവട്ടെ, എന്തു ആവട്ടെ, നമുക്കെന്താ സന്തോഷമുള്ള അത് നിങ്ങൾ വാങ്ങിക്കുക. നമ്മളാൽ കഴിയുന്ന സാധനം വാങ്ങിക്കുക, അത് ഡ്രസ്സ് ധരിക്കുക, നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമുക്ക് സന്തോഷം കിട്ടുന്ന സാധനം ചെയ്യുന്നതിൽ അതൊരു സ്വാർത്ഥതയേയല്ല. അത് നമുക്ക് ജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റപ്പെടലിന് ഏറ്റവും വലിയൊരു മെഡിസിൻ ആണെന്ന് ഞാൻ പറയും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത് മിഡിൽ ഏജിൽ ഒറ്റപ്പെടുന്ന പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി പല കാര്യങ്ങളും സംസാരിച്ചു. അത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം സംസാരിച്ചു. അത് ഒറ്റപ്പെടലല്ല, മറിച്ച് അതെന്താ നമ്മളെ സ്വന്തം ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള ഒരു എന്താ പറയുക ഇൻവിറ്റേഷൻ ആയിട്ട് നമുക്ക് കരുതാം. അപ്പൊ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് സന്തോഷം തേടാൻ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് സന്തോഷമുള്ള കാര്യങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് എഴുതുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഓരോരാൾക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ അത് നിറവേറ്റാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട്. അപ്പൊ നിങ്ങളെല്ലാം ഇത് ചെയ്യില്ലേ? നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ മനസ്സിനോട് ആഗ്രഹിച്ച് ഒരു നല്ല സ്നേഹവാക്ക് കണ്ടെത്തുക. ഇത് സുഖമായി ഉറങ്ങുക. I wish you a very happy, blessed, and a peaceful New Year. Thank you so much, Leila ma'am, Ritoria Ejuhat, for giving me this opportunity to share my thoughts on this topic. I'm really, really grateful to Leila ma'am for helping me to find or recognize my potential as a speaker. And the 1 month journey, our journey in the 1 month course, that was really inspiring, beautiful, എൻജോയബിൾ. ശരിക്കും നമുക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷേങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു കണ്ടന്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നും പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോ വെറുതെ ഒരു വലിയൊരു ടോപ്പിക്കാണ്. എങ്ങനെ നമുക്ക് സംസാരിക്കാൻ, എങ്ങനെ നമുക്ക് വായോട് മാത്രം സംസാരിക്കാം, അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാം മനസ്സിലാക്കി തരികയും നമുക്ക് മുന്നോട്ടുള്ള ജേണി കുറച്ചും കൂടി എളുപ്പമാക്കി തരാനും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും എനിക്ക് ഇന്ന് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ. Thank you so much, Dr. Rubina. Thank you. Such a beautiful topic അല്ലേ? എല്ലാവരും ഉമ്മമാരാണെങ്കിൽ അമ്മമാരാണെങ്കിൽ എന്തായാലും ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോയിട്ടുണ്ടാവും. ആ കാലഘട്ടങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഇന്ന് നമുക്ക് 4 സ്പീക്കേഴ്സാണ് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മുടെ ഹസീന മാം, രണ്ടാമത് ഫസീല മാം, മൂന്നാമത് ആയിഷ മാമും, നാലാമത് നമ്മൾ റുബീന മാമും. അപ്പോൾ ഇവർ 4 പേരുടെയും ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയാം കേട്ടോ. ഇറ്റ്സ് യുവർ ചാൻസ്. നിങ്ങൾക്കും ഇതേപോലെ മ്യൂട്ടൊക്കെ മാറ്റിയിട്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഹസീന മാം ഇവിടെ ഇല്ലേ? ഹസീന മാമിന് നേരത്തെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചാറ്റ് ബോക്സിൽ. അതായത് പഞ്ചസാര വെള്ളം കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനൊരു ഡൗട്ട് വന്നത് ലൈം ജ്യൂസ് ഓക്കെ ആണോ? ലൈം ജ്യൂസ് ഓക്കെ, പക്ഷെ ലൈം ജ്യൂസ് പിഴിയാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ആ ഡിലേ മാം, ഈ ഒരാള് ചാവാൻ കിടക്കുമ്പോൾ നമ്മൾ ലൈം ജ്യൂസ് ഒക്കെ തപ്പിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളുടെ ലെക്ചർ നമുക്കിപ്പോ പറഞ്ഞു തന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് പഞ്ചസാര എത്തിക്കുക. എത്രയും പെട്ടെന്ന്. പിന്നെ വേറൊരു കാര്യം, ഐസ്ക്രീം ചിലർ കൊടുക്കും, പക്ഷെ ഐസ്ക്രീം കൊടുക്കരുത്. എന്നുവെച്ചാൽ അതിൽ ഫാറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് പഞ്ചസാരയുടെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് പഞ്ചസാര എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലൈം ജ്യൂസ് ഓൾറെഡി റെഡി ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര മാത്രം കലക്കിയിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് മാം, ഇപ്പൊ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗിക്ക്, അൺകോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം കുടിക്കരുത്.
വെള്ളം കൊടുത്താൽ ചിലപ്പോൾ അതുകൊണ്ട് രോഗി ചിലപ്പോ മരിച്ചു പോയേക്കാം. അപ്പൊ ഒരിക്കലും വെള്ളം കൊടുക്കരുത്. പഞ്ചസാര നമുക്ക് നാവിനടിയിൽ സ്പ്രിങ്കിൾ ചെയ്ത് വിതറി കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടി വിതറി കൊടുക്കാം. പിന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. മൈമൂന മാം ഇനി എന്തായാലും ജ്യൂസ് കലക്കാൻ പോവില്ല. അല്ല, അത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് പിന്നെ ഉണ്ടോ ഇവിടെ? ഈ ഉണ്ട് പറയൂ. പിന്നെ നോ നോമ്പ് മുറിക്കുന്ന സമയത്ത് ആ ലൈം ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ അപ്പൊ ഞാൻ ആ. അത് ഒഴിവാക്കി. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു വിഷമം, ഭയങ്കര എന്ന് വെച്ചാൽ എന്താ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താ എനിക്ക് സംഭവിച്ചതെന്ന്. ഞാൻ ലൈം ജ്യൂസ് കലക്കി കുടിച്ചപ്പോ ഞാൻ നോർമലായി. അപ്പൊ എനിക്ക് അങ്ങനെ മനസ്സിലായി അതാണ്. ഷുഗർ കുറഞ്ഞു പോയേക്കാം. ലൈം ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് കുടിക്കാം, അല്ല, ഇപ്പൊ എനിക്ക് നല്ലതാണ്. മനസ്സിലായി നോമ്പ് മുറിക്കുന്ന സമയത്ത് ലൈം ജ്യൂസ് കുടിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല, എനിക്കത് വേണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, ഗുഡ്. അങ്ങനെ നമ്മള് വേറെന്തൊക്കെയോ വിചാരിച്ചു പോയി. അസീന മാം, നമ്മൾ ചിന്തിച്ചത് പോലെയല്ല. അല്ല, നേരത്തെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, പെട്ടെന്ന് നമുക്ക് നമ്മള് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു സംഭവം ബ്രെയിനാന്ന്. അപ്പൊ അത് എനിക്ക് അത് കണക്ട് ചെയ്തിട്ടാ ഞാൻ ചോദിച്ചത്. ഷുഗർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ തലച്ചോറിലെ കോശങ്ങൾക്ക്, എനർജിക്ക്. മറ്റുള്ള സ്ഥലത്തെ കോശങ്ങൾക്ക് ഫാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അർജന്റ് ആയിട്ട് നമ്മളത് മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ചോദിച്ചതിന്, ഇത്രയും അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. എനിബഡി എൽസ്? ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും കരുതാനുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ ക്ലാസ് കേട്ടപ്പോ എന്ത് തോന്നി? അല്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുണ്ട്, കയ്യിലൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നടക്കാനുണ്ട് എന്ന് തോന്നി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഒരാളും വീഡിയോയിൽ വരുന്നില്ല. അമേസിങ് പീപ്പിൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും വീഡിയോയിൽ വരാത്തതെന്നറിയോ? മൈമുന മാം, കമോൺ പറയൂ. വീഡിയോയിൽ വരാത്തത് നോർമലായിട്ട് ഇവരൊന്നും സ്പീച്ചിന് വന്ന പോലെ നമ്മ വരുന്നതല്ലോ. നമ്മളെ വീട്ടിലെ കാര്യത്തിന്റെ ഇടക്ക് വരുന്നതാണ്, അതുകൊണ്ട് വീഡിയോയിൽ വരാം. അതൊരു നല്ലൊരു ആൻസറാണ്. ഇതൊരു നല്ലൊരു ഇതാണെന്ന് പറഞ്ഞതുപോലെ ആയി. ഓക്കെ, മനസ്സിലായി. പക്ഷെ അല്ല, ഇവിടെ ഇപ്പം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര സമയമായില്ലോ. ഫസീലത്ത് മാമിന്റെ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല, അപ്പോഴത്തേക്ക് ഏഷ കൊടുത്ത്. ഞാൻ ആ ഒരു ഇതിലാ ഉള്ളത്. അത് ഇടക്ക് വെച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് കേൾക്കാൻ. കേൾക്കണമെന്നും അറിവ് നേടണമെന്നും ഒക്കെയുള്ള ആ ഒരു ആഗ്രഹമാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. യെസ് മാം, വന്നു നമ്മുടെ മിനി മാം. കമോൺ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? സൂപ്പർ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. ഇതിന് മുന്നേ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ആ വേഷം വെച്ചിട്ട് എങ്ങനെയാ വീഡിയോയിൽ വരികയെന്ന് വിചാരിച്ചിട്ട്. അയ്യോടാ, സൂപ്പർ ആയിരുന്നു. ഓരോ ക്ലാസ്സുകളും നന്നായിരുന്നു. ഓരോ ക്ലാസ്സിനെ പറ്റിയിട്ടും പറയാൻ ഒരുപാടുണ്ട്. നന്നായിരുന്നു എല്ലാ ക്ലാസ്സുകളും. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ക്ലാസ്സിന്റെ ഒരു 8:15 മറ്റോ നോട്ടിഫിക്കേഷൻ വന്നത് തോന്നുന്നു. അപ്പോഴേക്കും തുടങ്ങി കഴിഞ്ഞിരുന്നു. എന്നാലും എല്ലാ ക്ലാസ്സും അതെ. ഈ മെന്റലി നമ്മൾ കൊടുക്കുക എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലർക്കും ചെയ്യുന്ന ഒരു കാര്യം. കാരണം നമ്മൾ തളർന്നു പോകുന്ന ഒരു നിമിഷത്തിലാവും നമുക്ക് ധൈര്യം കിട്ടുക. എന്നെ സംബന്ധിച്ചൊക്കെ എന്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് പറഞ്ഞാൽ ഈസി ചെയറിൽ കിടന്ന് പേപ്പർ വായിച്ചിട്ടിരിക്കുമ്പോ അമ്മോട് പറഞ്ഞു, ഒന്ന് ഉറക്കം വരണം, നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇന്നലെ രാത്രി ഉറക്കം ശരിയായിട്ടാണല്ലോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വായിച്ചു കൊടുത്ത ആളാ. പിന്നെ അമ്മ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ്, അന്ന് ഞാനൊരു ട്രെയിനിങ്ങിലായിരുന്നു. അപ്പൊ അവിടേക്ക് ഫോൺ വന്ന് ഞാൻ അവിടെ ചെന്ന് എന്റെ മക്കൾ തന്നെ പറഞ്ഞു, അമ്മ ഇവിടെ മാമന്മാര് വരെ പതറി നിൽക്കണ സമയം, അമ്മ ഇങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങനെ, എനിക്കിപ്പോഴും അച്ഛൻ പോയിന്ന് തോന്നുന്നില്ല. പക്ഷെ 16 ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഞാൻ അഡ്മിറ്റ് ആയി ആസ്പത്രിയിൽ. കാരണം എനിക്ക് അങ്ങനെ പിടിച്ചു നിന്നിട്ടേ ആസ്മ വന്നു മെന്റലി. പല സന്ദർഭത്തിൽ എന്റെ മോനൊരു ആക്സിഡന്റ് വന്നപ്പോ പലരും പറഞ്ഞു അമല ഹോസ്പിറ്റലിൽ പൊളിഞ്ഞു എന്ന് വിചാരിച്ചു കരച്ചിൽ കേട്ടിട്ട്. പക്ഷെ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അയ്യോ കുട്ടിയെ കാണാനും ഇല്ല, അല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ മാഡം ചോദിച്ചതുപോലെ കയ്യിൽ വല്ലതും ഉണ്ടാവേണ്ട ഒരു അവസ്ഥയല്ല വേണ്ടത്. നമ്മൾ കയ്യിൽ ഒന്നും വേണ്ട,
നമുക്ക് ആ നേരത്ത് ദൈവം തരുന്ന ഒരു ധൈര്യം, നമുക്ക് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് അത്. സത്യം. എല്ലാ ക്ലാസ്സും നന്നായിരുന്നു കേട്ടോ, സൂപ്പർ. പിന്നെ ഇമോഷണലി ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞുമോനെ വളർത്തുന്ന ഒരു അമ്മൂമ്മയാണ്. അപ്പൊ ഞാനത് ആലോചിക്കും, മോന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ട് മോശമുണ്ടോന്നപ്പോ എന്റെ ചിന്ത. നമ്മളെപ്പോഴും അവന്റെ ഭാഗത്ത് നിന്നാ ചിന്തിക്കണം. കാരണം ഒരു അമ്മമ്മയ്ക്ക് അവനെ വളർത്തേണ്ട അവസ്ഥ വരുന്നത് എന്താ വെച്ചാൽ അവന്റെ അച്ഛനോ അല്ലെങ്കിൽ അവന്റെ അമ്മ അടുത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ മിക്കവാറും അവന്റെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കുക. അപ്പൊ എന്റെ മോൻ തന്നെ അവനെ വഴക്ക് പറയുമ്പേ, എന്താടാ കൊച്ചിനെ വഴക്ക് പറയണെന്ന് പറയുമ്പോ കുട്ടിക്ക് അതൊക്കെ ഒരു ബലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്, ശരിയാണ്. എവിടെയാ യൂസ് ചെയ്യണ്ടെന്ന് അറിയാതെയായി എനിക്ക്. അല്ല, വേണ്ടടുത്ത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാനും ഉണ്ട്, വേണ്ടാത്തടുത്ത് യൂസ് ചെയ്യാണ്ടിരിക്കാനും ഉണ്ട്. ദാറ്റ് ഇസ് വെരി ട്രൂ, സത്യമാണ്. അവസാനത്തെ ക്ലാസ് അത് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് മക്കൾ നമ്മളെ അവഗണിക്കുമ്പോഴാണ് നമുക്ക് പ്രായമായി എന്ന് തോന്നുന്നത്. അത് ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ശരിയായിരുന്നു, പോയത് മക്കൾ അവസാനിക്കുമ്പോൾ എന്തായി പോണത് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അവഗണിക്കുമ്പോൾ എന്നാണ് ഞാൻ ഓർത്തത്. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഈ 1-ാം തീയതി എനിക്ക് ഭയങ്കര തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തോന്നുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഈ 4 ക്ലാസ്സും. ലാസ്റ്റ് ക്ലാസ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇനിയിപ്പോ ഇത് പഠിക്കണോ, ഇനിയിപ്പോ ഇത് ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനൊരു LIC ഏജന്റ് ആയിട്ട് പോലും എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ് ഭർത്താവും മോനും പഠിപ്പിക്കാതെ ഇപ്പൊ ഞാൻ അതിന്റെ അവസ്ഥ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഡിപ്പെൻഡൻസി പറ്റില്ല. അപ്പൊ ഓരോട്ടോ വിളിക്കാച്ചാലും നമുക്ക് പോകേണ്ടോടത്ത് പലപ്പോഴും പോകാൻ പറ്റാതിരിക്കും. അപ്പൊ ഞാൻ മാം പറഞ്ഞത് ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രൈവിംഗാ, കൊല്ലം പഠിച്ചിരിക്കുള്ളൂ. റുവീന അതുകൊണ്ട് മാം, ഇമ്പാക്ട് കണ്ടോ? താങ്ക് യു. വോയിസിന്റെ ഇമ്പാക്ട് കണ്ടു. കണ്ടോ? യെസ് മാം, വെരി തീർച്ചയായിട്ടും ഹാപ്പി മാം. അതാണ്. വലിയ സന്തോഷം. അപ്പൊ ഉറച്ച തീരുമാനങ്ങളൊക്കെ എത്താൻ ഈ 3 ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റി. മാമിന്റെ ക്ലാസ്, ആദ്യത്തെ ക്ലാസ് എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റി. എല്ലാ ക്ലാസ്സും നന്നായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ഇനി ഇതുപോലൊക്കെ ജസ്റ്റ് ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ലേ ഈ 1 മാസത്തെ ക്ലാസ് എന്തായിരുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തൃശ്ശൂരാണ്, എന്റെ ഓക്കെ. നാട് തൃശ്ശൂർ. നമ്മളെ ഷാഹിദ മാം തൃശ്ശൂരല്ലേ? ഷാഹിദ മാം തൃശ്ശൂരല്ലേ നാട്ടില്? അതെ തൃശ്ശൂര്. നിങ്ങളുടെ തൃശ്ശൂരുകാരി ഉണ്ട് ഇവിടെ. ആ, എവിടെയാണ് തൃശ്ശൂര്? ഞങ്ങള് ഞാൻ മെഡിക്കൽ മുടിക്കോട് കോളേജിന്റെ അടുത്ത്. എവിടെ? മുടിക്കോടോ? ആ, മുടിക്കോട്. ഓക്കെ. ഞാൻ മണ്ണുത്തി മെഡിക്കൽ മുടിക്കോട്. കോളേജിന്റെ അടുത്ത്, മുളങ്കുന്നത്തുകാവ്. ആ, ഓക്കെ. ഒരാൾ കൂടെ ഉണ്ട്. മാം ഞാനുണ്ട് ഇവിടെ കേട്ടോ, വിയൂരില്. വിയൂരുണ്ടോ? മതി. നമ്മള് മേഡം ബന്ധുക്കളാണ്. മുളങ്കുന്നത്തുകാവല്ലേ? അതെ, മുളങ്കുന്നത്തുകാവ് ഗ്രീൻ മെഡിക്കൽ മെഡിക്കൽസ് കോളേജ്. അറിയോ? ഗ്രീൻ മെഡിക്കൽസ്, ദയാ ഹോസ്പിറ്റലിന്റെ അതെ. ഓപ്പോസിറ്റ്. ഓ കണ്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോ. ഞങ്ങളുടെ റൂട്ടാണല്ലോ അത്. ആ. എന്റെ അതെയോ, മാമിന്റെ ആണോ? അതെ. അതെയോ, എന്റെ മോൻ മാക്കേറിൽ ജോലി ചെയ്യുന്നുണ്ട്. അതെ. അവിടെ അടുത്ത് തന്നെയാണല്ലോ ഇതെന്താണെന്നറിയോ? അശ്വിനി. ഞാൻ എന്റെ മോളുടെ സ്കൂളിൽ പോയപ്പോ എന്നോട് അവിടെ ഇരിക്കുന്ന ചെയർപേഴ്സൺ ഉണ്ട്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ എവിടെയും കാണാൻ വഴിയില്ല, ഞാൻ അങ്ങനെ എവിടെയും പോവാറില്ല എന്ന് പറഞ്ഞു. കുറെ നേരം എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ലാസ്റ്റ് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഉപ്പാരെ പേര്, ഉമ്മാരെ പേര്, ആരും അറിയില്ലല്ലോ, കുടുംബ പേര്, സ്ഥലം, അവസാന സ്ഥലം പറയുമ്പോഴേക്കും കണ്ട എന്റെ ഉപ്പാടെ ബന്ധുവാണത്. അതാ ഞാൻ പറഞ്ഞത്, സംസാരിച്ച എങ്ങനെ പോയാലും ഒരു കണക്ഷൻ എവിടെങ്കിലും ഒക്കെ അങ്ങോട്ട് വീഴും. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിർത്താം, ഇല്ലെങ്കിൽ ആ ബന്ധം ഭയങ്കര അടുത്ത ബന്ധമായിട്ടും ചിലപ്പോ മാറിപ്പോവും. ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ മാം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മളുടെ വോയിസിന്റെ പവർ എന്താണെന്ന്. അതാണ് ആക്ച്വലി ഈ കോഴ്സിന്റെ പവർ. നമ്മളുടെ കോഴ്സ് അഡ്വാൻസ് സ്പീക്കർ 1 മാസത്തെ കോഴ്സാണ്. ഇത് ത്രൂ നമ്മൾ 10 ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ടും പോസ്റ്റർ മേക്കിംഗ് ആയിട്ടും നമ്മുടെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രീ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. ഇതില് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓൺലൈനിൽ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പഠിച്ചാൽ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരമാണ് നേരത്തെ നമ്മളെ ഫസീല മാം സംസാരിച്ചത്. ഫസീല മാം നമ്മുടെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഫസീല മാം പോയി സംസാരിച്ചത് എവിടെയാ? പ്രിൻസിപ്പാൾ സംസാരിക്കേണ്ട ടോപ്പിക് സ്റ്റേജിൽ കയറിയിട്ട് പാരന്റ്സിനെ മീറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് വാട്ട് നമുക്ക് ഇതിന്റെ ഒരു ആർട്ട് ഉണ്ട്. ഇത് ഇങ്ങനെയാണ് പോകുന്നതല്ലേ
ഇപ്പൊ പിടികിട്ടി എന്ന് പറയുന്ന സംഭവമില്ലേ, അത് പിടികിട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെയായാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ഈ കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഓഫ്ലൈനിൽ മാത്രമല്ല സംസാരിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പോകാൻ പോകുന്നത് നമ്മൾ ഓൺലൈനിലായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ എവിടെയൊക്കെയാണ് വെബിനാർ എടുക്കാനുണ്ടാവും, യൂട്യൂബിൽ പോകാനുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ പോകാനുണ്ടാവും, അങ്ങനെ പല സ്ഥലത്തും ഓൺലൈനിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണിത്. എങ്ങനെ നമുക്ക് കോണ്ടന്റ് ക്രാഫ്റ്റ് ചെയ്യാം, എങ്ങനെ നമ്മളെ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാം, എങ്ങനെ നമ്മളെ വോയിസ് മോഡുലേഷൻ കീപ്പ് ചെയ്യാം, അതേപോലെ തന്നെ AI യൂസ് ചെയ്തിട്ട് നമ്മളുടെ കോണ്ടന്റ് നമ്മൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പ്ലസ് ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തൊരു സംഭവമാണ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷനും വീഡിയോ എഡിറ്റിംഗ് ബേസിക്സും. കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ, മനുഷ്യന്മാർ സംസാരിക്കുമ്പോൾ എന്ത് സംസാരം അവൻ്റെ കണ്ടാൽ തന്നെ ആർക്കും കേൾക്കാൻ തോന്നില്ലല്ലോ, എന്താ അവൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ആള് ഡെലിബറേറ്റ് ആയിട്ട് അറിഞ്ഞും കൊണ്ട് പറയുന്നതല്ല, എന്തൊക്കെയോ പണ്ട് കിട്ടിയ പാറ്റേൺ, നമുക്ക് എന്താണോ ഏത് കുടുംബത്തിൽ നിന്നാണോ നമ്മൾ വരുന്നത് അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇൻസ്റ്റന്റ് നമുക്ക് ഇവിടെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ ഒരാളോട് പെരുമാറണമെന്നും, അത് നമ്മളെ ഫാമിലിയിലായാലും നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്നും, നമ്മുടെ ഓഫീസിലായാലും നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളോട് എങ്ങനെ സംസാരിക്കണം, എല്ലാം അറിഞ്ഞും കൊണ്ട്, നമ്മളെ മക്കളോടായാലും എങ്ങനെ സംസാരിക്കണം അറിഞ്ഞും കൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് വീഡിയോ എഡിറ്റിംഗ് സ്കിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ടോപ്പിക്കാണിത്. ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, കോച്ചസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, കൗൺസിലേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട്ടമ്മമാർക്കും കൂടെയും ഏതൊരു ഫീൽഡിലുള്ളവർക്കും ഉതകുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണിത്. ഹൈലി വാല്യുബിൾ കോഴ്സാണ് ഇത്. നമ്മൾ 13th ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. January 5th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊന്ന് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, നമ്പർ അതിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ജസ്റ്റ് അഡ്മിൻ നമ്പേഴ്സിലേക്ക് മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ യു ക്യാൻ നോ മൈ നമ്പർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ബേസിക്കലി നമ്മളുടെ അഡ്വാൻസ് സ്പീക്കർ. അപ്പോൾ അഡ്വാൻസ് സ്പീക്കർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെവൽ 1 ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ലെവൽ 1 ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, കഴിഞ്ഞ മാസേ സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലെവൽ 2 ആണ്, ദ അഡ്വാൻസ് സ്പീക്കർ. ഇതാണ് ആക്ച്വലി ഏറ്റവും കമ്പാക്ട്, എല്ലാം കൂടി ഒതുക്കുന്ന ഒരു സംഭവം എന്നറിയില്ല. കുട്ടികൾക്കായാലും സ്റ്റുഡൻസിനായാലും വേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റിംഗ് സ്കിൽസ്, ഇൻ്റർവ്യൂ സ്കിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണ്. 1 മാസം എന്ന് നമ്മൾ പറയും, പക്ഷേ അതൊരു 1.5 മാസം എടുക്കും. കാരണം അത് ഓരോ ടാസ്കുകളും ചെയ്ത് നമ്മൾ ഓരോന്നിലും ഫീഡ്ബാക്ക് തന്ന് നിങ്ങളെ തിരുത്തി വീണ്ടും അത് മാറ്റിയെടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് നിങ്ങൾ കണ്ട 4 സ്പീക്കേഴ്സും ആദ്യം എന്തായിരുന്നു ഇന്ന് എന്താന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ഇത്രയും സന്തോഷം. ഓൺ ദിസ് ന്യൂ ഇയർ ഡേ അവരാരും പാർട്ടിക്കൊന്നും പോകാതെ ഇത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തിനും പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം നമ്മളിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അതാണ് നമ്മളുടെ കോഴ്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും പറയാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ആക്കാം, ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഗ്രൂപ്പിലും പറയാട്ടോ. അപ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഓൺ ദിസ് ന്യൂ ഇയർ. യു all are there with us, supporting us. Thank you so much. Highly grateful to each and every one of you. And I'm super proud of my trainees. So much. Thank you. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. All the 4 speakers, thank you so much for joining today and making this a fantastic program. Thank you so much. On that note, we shall wind up today. Tata, bye-bye.